പ്രധാന വാർത്തയിലേക്ക്. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനും പോലീസിനും വിമർശനം. പോലീസിൽ കാവ്യവൽക്കരണം. പോലീസ് RSSനെ സഹായിക്കുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ CPM-കാരനെങ്കിൽ ലോക്കപ്പ്. BJP-കാർക്ക് തലോടലെന്നും വിമർശനം. G. സുധാകരൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നുവെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, കടുത്ത വിമർശനങ്ങളാണ് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ മുൻപ് അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, ഇന്നലെ ആരംഭിച്ച പൊതുചർച്ച ഇന്ന് തുടരുകയാണ്. ഇന്നലെ തന്നെ വലിയ വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനും EP ജയരാജനുമെതിരെ പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച പൊതുചർച്ചയുടെ ഭാഗമായി ഉണ്ടായ രൂക്ഷമായ വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ടത് കേരള പോലീസിനെതിരെയുള്ള വിമർശനമാണ്. പോലീസിൽ കാവ്യവൽക്കരണം നടക്കുന്നു, RSSകാരെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്ന് പ്രതിനിധികൾ ചർച്ചയുടെ ഭാഗമായി വിമർശനം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ കടന്നു ചെന്നാൽ തിരിച്ചിറങ്ങുന്നത് ഭാഗ്യം, ജീവനോടെ തിരിച്ചു വരുന്നത് ഭാഗ്യം കൊണ്ടാണ് എന്ന കടുത്ത വിമർശനവും നിലവിൽ ഈ പ്രതിനിധികൾ ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ BJP-കാരാണെങ്കിൽ പോലീസുകാർ തലോടുകയും എന്നാൽ CPM-കാരാണെങ്കിൽ ലോക്കപ്പും എന്ന സ്ഥിതിയാണ് നിലവിൽ പോലീസിലുള്ളത്. പോലീസിലാകമാനം കാവ്യമയമാണ്, അല്ലെങ്കിൽ RSS വൽക്കരണമാണ് നടക്കുന്നത്. RSSനെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നും വിമർശനമുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് G. സുധാകരനെതിരെയാണ്. G. സുധാകരൻ നിലവിൽ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു. അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ട ഘട്ടമായിരിക്കുന്നു എന്നും പ്രതിനിധികൾ ചർച്ചയുടെ ഭാഗമായി പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിനെതിരെയുള്ള വിമർശനം, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിയ വിമർശനങ്ങൾക്ക് സമാനമായ വിമർശനമാണ്. പോലീസിനെതിരെ മുൻപെല്ലാം പല ഘട്ടങ്ങളിലും ഉന്നയിക്കപ്പെട്ട വിമർശനമാണ് നിലവിൽ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലും പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുള്ളത്. പോലീസിലെ കാവ്യവൽക്കരണം, അതുപോലെ തന്നെ RSSനെ സഹായിക്കുന്ന നിലപാടുകളെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് ഇട നൽകിയിരുന്നു. അതുപോലെ തന്നെ പോലീസിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുന്നവർക്കെല്ലാം RSS ബന്ധം ആരോപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം RSSലേക്ക് പോകുന്ന കാഴ്ചകളെല്ലാം തന്നെ പലപ്പോഴായി നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യങ്ങളെല്ലാം നിലവിലുള്ളപ്പോൾ തന്നെയാണ് നിലവിലും RSS വൽക്കരണം അല്ലെങ്കിൽ കാവ്യവൽക്കരണം പോലീസിനുള്ളിൽ ഉണ്ട് എന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടായത് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലിനെ പറ്റിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനം, വിചാരണ അതിരുകടക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളെ അതിരുകവിഞ്ഞ് പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ നയം അത് തിരുത്തപ്പെടണം, അത് ശരിയല്ല എന്നും പ്രതിനിധികൾ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, സൈബർ അറ്റാക്കുകളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വിചാരണകളിലുമെല്ലാം പ്രതിസ്ഥാനത്തായാൽ പോലും വലിയ തോതിൽ CPM-ന്റെ അണികൾക്ക് അല്ലെങ്കിൽ CPM പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. നമുക്കറിയാം, കാഫിർ വിവാദം ഉൾപ്പെടെയുള്ള വലിയ വിവാദങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചതിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ അതിര് കടന്ന വിചാരണ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടൽ, നിയന്ത്രണമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളെയും നിലവിൽ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികൾ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നു. അതുപോലെ ഇനി വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലമായി പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് ചേരുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും, യുവമോർച്ച, RSS, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ CPM-ന്റെ അംഗത്വത്തിലേക്ക് വരികയല്ലെങ്കിൽ പോലും CPM-ന്റെ വർഗ ബഹുജന സംഘടനകളിലേക്കും DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും ഭാഗമാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ പാർട്ടിയിൽ തന്നെ വലിയ വിമർശനം. ഇവർ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടുകൾക്കനുസരിച്ചുകൊണ്ടോ നിന്ന് പ്രവർത്തിക്കാനായി വരുന്ന ആളുകളല്ല. പകരം 2 ടേൺ ഭരണം, തുടർ ഭരണം ഉണ്ടായതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വരുന്ന ആളുകളാണ്. ഇവരെ നിയന്ത്രിക്കണമെന്ന ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ വലിയ വിമർശനം ഉണ്ടായത് പോലീസിനെതിരെയാണ്. ഗൗതം, ശരി, പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം അതിരൂക്ഷ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തുന്നത്. ആഭ്യന്തര വകുപ്പിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം പാർട്ടി പ്രവർത്തകരും പ്രതിനിധികളും തന്നെ ഉയർത്തുന്ന സാഹചര്യമാണുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.